ഓണസദ്യ ഒന്ന് കളർഫുൾ ആവണമെങ്കിൽ ബീട്രൂട്ട് പച്ചടി തന്നെ വേണം അല്ലേ. സിമ്പിളായിട്ട് നമുക്ക് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഈ വലുപ്പത്തിലുള്ള ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. 250 ഗ്രാമോളം വരുന്നൊരു ബീട്രൂട്ടാണ് കേട്ടോ. അത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഏതാണ്ട് 1.5 കപ്പോളാണ് എനിക്ക് ബീട്രൂട്ട് കിട്ടിയത്. അതിലേക്ക് ഒരു 1/4 സ്പൂണിനടുത്ത് ഉപ്പും 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് ചേർക്കാൻ ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. 1/4 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 1/2 ഇഞ്ച് നീട്ടത്തിലുള്ള ഇഞ്ചിയും അതിൻ്റെ കൂടെ എരിവിനായിട്ട് പച്ചമുളക് ഒരു 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ്സിൽ താഴെ വെള്ളം കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ബീട്രൂട്ടൊക്കെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ തീ കൂട്ടിയിട്ട് ഒന്നങ്ങ് വറ്റിച്ചെടുക്കണേ. ഇതിലേക്ക് ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു 2-3 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ തേങ്ങയുടെയൊക്കെ ആ പച്ചമണം ഒന്ന് നന്നായിട്ട് മാറി വരണം. അരപ്പൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റിതാ ഇതുപോലെ കിട്ടണം. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പാണ് കേട്ടോ തൈര് എടുത്തിരിക്കുന്നത്. തൈര് കുറച്ച് കട്ട തൈര് വേണം എടുക്കാൻ. അതുപോലെ തന്നെ കുറച്ച് പുളിയുള്ള തൈരും വേണം. വല്ലാതെ അങ്ങ് പുളിച്ചു പോയ തൈരല്ല, അത്യാവശ്യം പുളിയുള്ള തൈരാണ് നമ്മുടെ പച്ചടിക്ക് നല്ലത്. തൈരിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്ത ശേഷം നമ്മൾ ബീട്രൂട്ടിലേക്ക് ചേർക്കുന്നുണ്ട്. ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തൈര് തിളയ്ക്കാനായിട്ട് അനുവദിക്കേണ്ട, ആ ചട്ടിയുടെ ഒരു ചൂട് മതി നമുക്ക്. ഇനി ഇതിലേക്കൊന്ന് താളിച്ചൂടെ ചേർത്താൽ നമ്മുടെ പച്ചടി റെഡിയാണ്. താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കടുകും ഉണക്കമുളകും കറിവേപ്പിലയും ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഉള്ളി ഒന്നും മൂപ്പിച്ച് ചേർക്കുന്നില്ല. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡിയാണ്. സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഓണത്തിന് എല്ലാവരും ബീട്രൂട്ട് പച്ചടി ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ.